ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കമ്പയറിങ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. റേഷ്യോസ്, പിന്നെ പേഴ്സൻറ്റേജ്, ഒരു ഫ്രാക്ഷനെ എങ്ങനെ പേഴ്സൻറ്റേജിലോട്ട് ആക്കാന്നുള്ളതൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണ് പേഴ്സൻറ്റേജിനെ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. എസ്റ്റിമേഷൻ ഇൻ പേഴ്സൻറ്റേജസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് ഒരു ബില്ല് കിട്ടി. ആ ബില്ലിൽ എമൗണ്ട് കാണിക്കുന്നത് 577.80. ഓക്കെ, ഇതാണ് നിങ്ങൾ വാങ്ങിയ സാധനത്തിന്റെ ബില്ല്. ആൻഡ് ഷോപ്പ് കീപ്പർ ഗിവ്സ് എ ഡിസ്കൗണ്ട് ഓഫ് 15%. അപ്പം നിങ്ങൾക്ക് എന്ത് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് 15%. അങ്ങനെയാണെങ്കിൽ ഹൗ വുഡ് യു എസ്റ്റിമേറ്റ് ദ എമൗണ്ട് ടു ബി പെയ്ഡ്? നിങ്ങൾക്ക് ഷോപ്പിൽ നിങ്ങളെ ബില്ല് 577.80 ആണ്. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട് 15%. അപ്പൊ നിങ്ങൾ എത്ര എമൗണ്ട് ആയിരിക്കും ആ ഷോപ്പിൽ പേ ചെയ്യേണ്ട ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും? ഡിസ്കൗണ്ട് കൊണ്ട് നമ്മളെ ബിൽ എമൗണ്ട് 577.80 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? അങ്ങനെ നമുക്കൊരു എമൗണ്ട് തന്നാൽ ഡെസിമൽ നമ്പറിലല്ലേ തന്നത്, അപ്പൊ അതിനെ നമ്മൾ നിയറസ്റ്റ് 10 എന്ത് ചെയ്യാം? റൗണ്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് തന്നത് 577.80 ആണ് എമൗണ്ട് തന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു എമൗണ്ട് അതിന്റെ നിയറസ്റ്റ് 10 ആയ 580 റൗണ്ട് ചെയ്തു. കാരണം ഇവിടെ 7.8 എന്നല്ലേ ഉള്ളത്. നിയറസ്റ്റ് 10 എന്ത് വരും? 580 എന്ന് വരും അല്ലെ. 577.80നെ 580 ആയിട്ട് നമ്മൾ റൗണ്ട് ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താ പറഞ്ഞത്? അതിന്റെ 10% കാണണം. നമുക്കറിയാം ഇതിന്റെ 10% എന്ന് പറഞ്ഞാൽ 58 ആയിരിക്കും. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലെ. 0 ക്യാൻസൽ ചെയ്യും. അല്ലെങ്കിൽ 10/100 ഇൻറ്റു 580 എന്ന് ചെയ്യും. 10% എന്ന് പറഞ്ഞാൽ 10/100 ഇൻറ്റു ഇതിന്റെ അല്ലേ ടോട്ടൽ എമൗണ്ട് 580. അപ്പൊ 0 ക്യാൻസൽ ചെയ്യുന്നു, 0 ക്യാൻസൽ ചെയ്യുന്നു, 58 രൂപ. അങ്ങനെ നമ്മൾ 10% കണ്ടു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞത്? അതിന്റെ 10% കണ്ടതിന്റെ ഹാഫ് എടുക്കാൻ. അപ്പൊ 58ന്റെ ഹാഫ് എടുത്തു. 58ന്റെ ഹാഫ് എന്താ? 29. അതാണ് നമ്മളെ തേർഡ് സ്റ്റെപ്പ്. നമ്മള് 10% ഇതിന്റെ 10% കണ്ടു, അതിന്റെ ഹാഫ് എടുത്തു. ഇനി നമ്മളോട് പറഞ്ഞത് സെക്കൻഡ് എമൗണ്ടും തേർഡ് എമൗണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടി? 58ഉം 29ഉം ആഡ് ചെയ്തപ്പം 87 rupees കിട്ടി. ഓക്കെ, യു കുഡ് therefore reduce your bill amount by 87. അങ്ങനെയാണെങ്കിൽ നമ്മളെ ടോട്ടൽ ആ ഒരു എമൗണ്ട് 87 സബ്ട്രാക്ട് ചെയ്യുക. അതാണ് നമ്മുടെ ഡിസ്കൗണ്ട് എമൗണ്ട് വരുന്നത്. ഓർ ബൈ അബൌട്ട് 85 rupees എങ്കിലും സബ്ട്രാക്ട് ചെയ്യുക. വിച്ച് വിൽ ബി 495. അപ്രോക്സിമേറ്റ് എമൗണ്ട് ആണ്, കറക്റ്റ് അല്ല. കാരണം എന്താ? ഇവിടെ ഡെസിമൽ നമ്പറിനെ നമ്മൾ റൗണ്ട് ചെയ്തു അല്ലെ. അതുകൊണ്ട് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 495 rupees. ക്ലിയർ? അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ നമുക്ക് തന്നത്? നമുക്കൊരു ബില്ല് തന്ന എമൗണ്ട് 567.80 ആണ്. അതിൽ 15% എന്താ? ഡിസ്കൗണ്ട് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? റൗണ്ട് ചെയ്ത് നിയറസ്റ്റ് 10 അപ്പൊ ഇത് 580 rupees ആയി. ഇനി 580 rupeesന്റെ 10% ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ എന്ത് കിട്ടി? 58 rupees കിട്ടി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇതിന്റെ ഹാഫ് ആണ്. അപ്പൊ 58ന്റെ ഹാഫ് നമുക്ക് എന്ത് കിട്ടി? 29 കിട്ടി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ആ ഒരു ഫുള്ളും ആ ഒരു ഹാഫും കൂടെ ആഡ് ചെയ്തു. അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തത്? നമുക്ക് 15% അല്ലേ പറഞ്ഞത്. അപ്പൊ 10%ഉം 10%ന്റെ ഹാഫ് ആയ 5%ഉം അല്ലേ, ടോട്ടൽ 15%. 10%ഉം അതിന്റെ ഹാഫ് ആയ 5%ഉം കൂടെ ആഡ് ചെയ്തപ്പം നമുക്ക് 15% കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്? ആദ്യം 10% എന്നിട്ട് അതിന്റെ ഹാഫ്, അത് രണ്ടും കൂടെ ആഡ് ചെയ്തു. അപ്പം 15%. അപ്പൊ അതിന്റെ 15% എന്താ? 87 rupees ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഡിസ്കൗണ്ട് എമൗണ്ട് നമ്മളെ ടോട്ടൽ എമൗണ്ടിൽ സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ നമുക്ക് 495 കിട്ടും അപ്രോക്സിമേറ്റ് എമൗണ്ട്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് സെയിൽസ് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അപ്പൊ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ അവിടെ എന്താണ് നമ്മൾ കൊടുക്കുന്ന ക്യാഷ് ടാക്സും കൂടെ കൂട്ടിയിട്ടാണ്. നമുക്കറിയാം അല്ലെ, ടാക്സ് നമ്മൾ ഗവൺമെന്റിന്
കൊടുക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ അതിന് ടാക്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും അപ്പൊ അതില് ഷോപ്പ് കീപ്പറിന് കൊടുക്കുന്ന എമൗണ്ടും പിന്നെ ഷോപ്പ് കീപ്പർ ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും. അതും കൂടെ നമ്മളെ കസ്റ്റമേഴ്സിന് കയ്യിൽ നിന്ന് വാങ്ങും. ഓക്കെ, അപ്പൊ സെയിൽസ് ടാക്സ് എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് ബൈ ദ ഗവൺമെന്റ് ആണ് ചാർജ് ചെയ്യുക ഓൺ ദ സെയിൽ ഓഫ് ആൻ ഐറ്റം. ഒരു സാധനം സെയിൽ ചെയ്യുമ്പോൾ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. അതാണ് സെയിൽസ് ടാക്സ്. ഓക്കെ, ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ ദ ഷോപ്പ് കീപ്പർ ഫ്രം ദ കസ്റ്റമേഴ്സ്. നമ്മൾ ആരാണോ ആ സാധനം വാങ്ങുന്നത് അവരാണല്ലോ കസ്റ്റമേഴ്സ്. അവരിന്നാണ് എന്ത് ഷോപ്പ് കീപ്പർ ആ ഒരു ടാക്സ് വാങ്ങുന്നത്. ആൻഡ് ഗിവൺ ടു ദ ഗവൺമെന്റ്. എന്നിട്ട് ഷോപ്പ് കീപ്പർ അതെന്ത് ചെയ്യും, ഗവൺമെന്റിന് കൊടുക്കുന്നു. This is therefore always on the selling price of an item. അപ്പൊ ഇതെന്താണ്, സെല്ലിംഗ് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ആഡഡ് ടു ദ വാല്യൂ ഓഫ് ദ ബിൽ. അപ്പൊ അത് ബില്ലിന്റെ കൂടെ എന്ത് ചെയ്യും, ആഡ് ചെയ്യുന്നു. There is another type of tax which is included in the prices known as value added tax. ഇനി വേറൊരു ടാക്സ് ആണ് വാല്യൂ ആഡഡ് ടാക്സ്. ഓക്കെ, എന്താണ്, there is another type of tax which is included in the prices. പ്രൈസസിൽ വേറൊരു ടാക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതാണ് വാല്യൂ ആഡഡ് ടാക്സ്, VAT, വാറ്റ് എന്ന് പറയാം നമുക്ക് ഷോർട്ട് ആക്കിയിട്ട്. ഓക്കെ, അപ്പൊ ജൂലൈ 1 2017 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തു GST. അതാണ് GST. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നമ്മൾ കേൾക്കുന്നതാണ്. വിച്ച് സ്റ്റാൻഡ്സ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് വിച്ച് ഈസ് ലെവീഡ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. ഓക്കെ, അപ്പൊ GST ഉണ്ട്, പിന്നെ വാല്യൂ ആഡഡ് ടാക്സ് ഉണ്ട്, സെയിൽസ് ടാക്സ് ഉണ്ട്. നമ്മളൊരു സാധനം സെയിൽ ചെയ്യുമ്പം ഷോപ്പ് കീപ്പർ ഗവൺമെന്റിന് കൊടുക്കുക, അത് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നാണ് വാങ്ങുക. അപ്പൊ നമ്മള് എന്താണ്, സെയിൽസ് ടാക്സ്, അതാണ് സെയിൽസ് ടാക്സ്. ഓക്കെ, ഇനി വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ ആ പ്രൈസിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന വേറൊരു ടാക്സ് ആണ് വാല്യൂ ആഡഡ് ടാക്സ്. പിന്നെ GST എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അങ്ങനെ 3 ടൈപ്സ് ഓഫ് ടാക്സ് നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെയാണ് സെയിൽസ് ടാക്സ്, നമ്മൾ ആദ്യം പഠിച്ച സെയിൽസ് ടാക്സ്, അത് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇവിടെ നമുക്ക് ഒരു പെയർ ഓഫ് റോളർ സ്കേറ്റ്സ് ഉണ്ട് ഒരു ഷോപ്പിൽ. ഓക്കെ, അതിന്റെ 450 ആണ് റൂപ്പീസ്. ഓക്കെ, കോസ്റ്റ് ആ ഒരു സ്കേറ്റ്സിന്റെ റൂപ്പീസ് എമൗണ്ട് എത്രയാണ്, 450 ആണ് അതിന്റെ കോസ്റ്റ്. അപ്പൊ സെയിൽസ് ടാക്സ് ചാർജ് ചെയ്തത് 5% ആണ്. അങ്ങനെയാണെങ്കിൽ ബിൽ എമൗണ്ട് എന്തായിരിക്കും, നമ്മളോട് പറഞ്ഞത് ആ ഒരു സ്കേറ്റ്സിന്റെ, ആ റോളർ സ്കേറ്റ്സിന്റെ എമൗണ്ട് തന്നത് 450 ആണ്, ടാക്സ് ചാർജ് ചെയ്തത് 5% ആണ്. അങ്ങനെയാണെങ്കിൽ ബിൽ എമൗണ്ട് എന്തായിരിക്കും, ആ ഒരു എമൗണ്ടിലോട്ട് നമ്മൾ ടാക്സും കൂടെ ആഡ് ചെയ്യണ്ടേ? യെസ്, അപ്പൊ ബിൽ എമൗണ്ട് ആണ് നമ്മളോട് ചോദിച്ചത്, നമ്മൾ പേ ചെയ്യേണ്ട ഒരു എമൗണ്ട് ആ സ്കേറ്റ്സ് വാങ്ങുമ്പോൾ. അപ്പം ₹100 ആണെങ്കിൽ ടാക്സ് 5 ആണ് അല്ലേ, കാരണം നമ്മളോട് പെർസെൻറ്റേജ് തന്നത് 5% ആണ്. ദാറ്റ് മീൻസ് 5/100. അപ്പൊ 100 rupees ആണെങ്കിൽ ടാക്സ് എന്താണ്, 5 rupees ആണ് വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ 450 ആണ് നമ്മളെ റൂപ്പീസ് എങ്കിൽ നമ്മളെ ടാക്സ് എന്തായിരിക്കും, 5/100 ആണ് ഒന്നിന് അല്ലേ. അപ്പൊ 5/100 into 450, 1 rupeesന് 5/100 ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ 450 rupeesന് എന്ത് വരും, നമുക്കറിയാം യൂണിറ്ററി മെത്തേഡ് അല്ലേ. അപ്പൊ 5/100 into 450 വരും അല്ലേ. അപ്പൊ ഈ 0 ക്യാൻസൽ ചെയ്യാ. ഇനി ബാക്കി എന്തുണ്ട്, ഇവിടെ 45 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്. അപ്പൊ ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 2 വരും. ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ 9 വരും. അപ്പൊ 5 into 9 ചെയ്താൽ മതി. 5 into 9 45/2 ചെയ്താൽ മതി അല്ലേ. 45 divided by 2 ചെയ്താൽ പോരെ. 45 divided by 2, 2 2s are 4, 5, 2 2s are 4, 1 0. ഇവിടെ പോയിന്റ് വരും. 5 2s are 10. അപ്പൊ 22.5 അല്ലേ, അല്ലെങ്കിൽ 22.50 ആണ് എന്ത്, ആ ഒരു ടാക്സ് എമൗണ്ട്. ടാക്സ് എമൗണ്ട് മാത്രം കൊടുത്താൽ മതിയോ നമുക്ക്? അല്ല, ടാക്സിന്റെ കൂടെ നമ്മളെ ആ ഒരു ഇത് വാങ്ങാനുള്ള ആ ഒരു റോളർ സ്കേറ്റ്സിന്റെ എമൗണ്ടും കൂടെ ആഡ് ചെയ്യണ്ടേ. ടാക്സ് മാത്രം വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ, അവർക്ക് ടാക്സ് ഗവൺമെന്റിന് കൊടുക്കണ്ടേ. അപ്പൊ അവര് അതിന്റെ 450 കൂടെ ആഡ് ചെയ്യാം. അപ്പൊ ബിൽ എമൗണ്ട് എന്ത് വരും, കോസ്റ്റ് ഓഫ് ഐറ്റമും സെയിൽസ് ടാക്സും. സെയിൽസ് ടാക്സ് നമ്മൾ എങ്ങനെയാ കണ്ടത്, ₹100 ആണെങ്കിൽ ₹5 ആണ് ടാക്സ്. അങ്ങനെയാണെങ്കിൽ ₹1 ആണെങ്കിൽ 5/100. അങ്ങനെയാണെങ്കിൽ
450 ആണെങ്കിൽ 5/100 into 450 അതാണ് നമ്മൾ എന്ത് വരിക ടാക്സ് എമൗണ്ട്. അപ്പൊ ടാക്സ് എമൗണ്ടിലോട്ട് സെയിൽസ് ടാക്സിലോട്ട് എന്തും കൂടെ ആഡ് ചെയ്യണം, കോസ്റ്റും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടി 450 plus 22.50 which is equal to 472.50. ഓക്കെ, അപ്പം നമ്മളെ ഒരു കോസ്റ്റ്, ആ ഒരു ഐറ്റത്തിന്റെ കോസ്റ്റും അതിലോട്ട് നമ്മളെ സെയിൽസ് ടാക്സും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് ആ സാധനം വാങ്ങാൻ. അപ്പൊ ടോട്ടൽ 472.50 നമ്മൾ എന്ത് ചെയ്യണം, പേ ചെയ്യണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെയിൽസ് ടാക്സ് കാണാം. എങ്ങനെ സെയിൽസ് ടാക്സ് നമുക്കിവിടെ പെർസെന്റേജും തന്നിട്ടുണ്ട്, നമ്മൾ ആ ഒരു റോളർ സ്കേറ്റ്സിന്റെ എമൗണ്ടും തന്നിട്ടുണ്ട്. ബിൽ എമൗണ്ട് നമ്മൾ എത്ര പേ ചെയ്യണം, ടാക്സും കൂടെ കൂടിയിട്ട് വേണം നമ്മൾ പേ ചെയ്യാൻ. അപ്പൊ ഈ ഒരു എമൗണ്ടിലോട്ട് നമ്മൾ ടാക്സും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ സെയിൽസ് ടാക്സ് എന്താ 5% ആണ് അല്ലെ. അപ്പൊ ₹100 ആണ് നമ്മളെ എമൗണ്ട് എങ്കിൽ ₹5 ആണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. അപ്പൊ ₹1 ആണെങ്കിൽ 5/100, അങ്ങനെയാണെങ്കിൽ ₹450 ആണെങ്കിൽ 5/100 into 450. അപ്പൊ നമ്മൾ 22.50 ആണ് ടാക്സ് കൊടുക്കേണ്ടത്. ആ ടാക്സിലോട്ട് നമ്മൾ എമൗണ്ടും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ 472.50 നമ്മൾ എന്ത് കൊടുക്കണം, ആ ബിൽ എമൗണ്ട്, നമ്മളെ ബിൽ എമൗണ്ട് ടാക്സും എമൗണ്ടും കൂടെ പേ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ സെയിൽസ് ടാക്സ് കാണാം. ഇനി നമുക്ക് എങ്ങനെ വാല്യൂ ആഡഡ് ടാക്സ് കാണാന്നുള്ളത് നോക്കാം. എങ്ങനെ നമ്മൾ വാല്യൂ ആഡഡ് ടാക്സ് കാണണം? ഇപ്പൊ വഹീദ ബോട്ട് ആൻ എയർ കൂളർ ഫോർ ₹3,300. വഹീദ് ഒരു ചൂടായപ്പോ എന്താ ചെയ്തു, എയർ കൂളർ വാങ്ങി. ഓക്കെ, അവള് എയർ കൂളർ വാങ്ങി. അപ്പം എയർ കൂളറിന് ₹3,300 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ടാക്സ് 10% ആണ്. ഫൈൻഡ് ദ പ്രൈസ് ഓഫ് ദ എയർ കൂളർ ബിഫോർ വാല്യൂ ആഡഡ് ടാക്സ് വാസ് ആഡഡ്. വാല്യൂ ആഡഡ് ടാക്സ് ആഡ് ചെയ്യുന്നതിന്റെ മുന്നേ ഈ ഒരു എയർ കൂളറിന്റെ എമൗണ്ട് എത്രയായിരിക്കും? വാല്യൂ ആഡഡ് ടാക്സും കൂടെ കൂടിയിട്ടാണ് ആ ഒരു എയർ കൂളറിന് എത്ര റുപ്പീസ്, ₹3,300. നമ്മളോട് പറഞ്ഞു 10% ആണ് എന്ത്, വാല്യൂ ആഡഡ് ടാക്സ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സ് ഇല്ലാതെ ആ ഒരു എയർ കൂളറിന്റെ എമൗണ്ട് എത്രയായിരിക്കും? അതെങ്ങനെ കാണാന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമ്മളെ വാല്യൂ ആഡഡ് ടാക്സും കൂടെ കൂടിയിട്ടുള്ള എമൗണ്ട് അല്ലെ നമുക്ക് തന്നത്. അപ്പം 10% വാല്യൂ ആഡഡ് ടാക്സ് മീൻസ് ഇഫ് ദ പ്രൈസ് വിത്തൗട്ട് വാല്യൂ ആഡഡ് ടാക്സ് 100 ആണെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സ് എന്തായിരിക്കും, 110 ആയിരിക്കും. ഓക്കെ, 10 ആയിരിക്കൂല, നമുക്കറിയാം 10% ആയതുകൊണ്ട് 10/100. അപ്പൊ ₹100 ആണെങ്കിൽ ആ ഒരു സാധനത്തിന്റെ എമൗണ്ട് ₹100 ആണെങ്കിൽ അതിന്റെ വാല്യൂ ആഡഡ് ടാക്സ് 10 ആയിരിക്കും. അപ്പൊ വാല്യൂ ആഡഡ് ടാക്സും കൂടെ കൂടിയിട്ട് ആ ഒരു സാധനത്തിന്റെ എമൗണ്ട് എന്തായിരിക്കും, 100 ആണ് ₹, വാല്യൂ ആഡഡ് ടാക്സ് 10 ആണ്, ടോട്ടൽ ₹110 ആണ് ഉണ്ടാവുക അല്ലേ. വാല്യൂ ആഡഡ് ടാക്സ് എന്താ 110, ഒക്കെ കൂടെ വാല്യൂ ആഡഡ് ടാക്സും കൂടെ കൂടിയിട്ട് ₹100 ഉള്ള സാധനത്തിന് ₹10 ആണ് വാല്യൂ ആഡഡ് ടാക്സ്. ടോട്ടൽ നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട് ₹110 ആണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സ് 110 ആണ്, വാല്യൂ ആഡഡ് ടാക്സും കൂടെ കൂടിയിട്ട്, വാല്യൂ ആഡഡ് ടാക്സ് 10 ആണ്, അതും കൂടെ കൂടിയിട്ട് ₹110 ആണ്. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ പ്രൈസ് 100 ആണ്. ഓക്കെ, ഒറിജിനൽ പ്രൈസ് 100 ആണ്, നമ്മളെ ഒറിജിനൽ പ്രൈസ് 100 ആണ്, നമ്മളെ വാല്യൂ ആഡഡ് ടാക്സ് 10 ആണ്. ഒറിജിനൽ പ്രൈസും വാല്യൂ ആഡഡ് ടാക്സും കൂടെ കൂടിയിട്ട് വേണം നമുക്ക് പേ ചെയ്യാൻ. അപ്പൊ പേ ചെയ്യേണ്ട എമൗണ്ട് 110 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ എമൗണ്ട് 3,300 ആണെങ്കിൽ ഒറിജിനൽ പ്രൈസ് എന്ത് വരും, നമ്മളെ എമൗണ്ട് ₹100 ആയപ്പം ആണ് നമ്മളെ വാല്യൂ ആഡഡ് ടാക്സും കൂടെ കൂടിയിട്ട് നമ്മൾ 110 പേ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 3,300 ആണെങ്കിൽ ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 100/110 into 3,300. 0യും 0യും ക്യാൻസൽ ചെയ്യുന്നു, ബാക്കി നമുക്ക് 100 into 330 ചെയ്യാം. എന്നിട്ട് അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ₹3,000 കിട്ടും. അപ്പം വാല്യൂ ആഡഡ് ടാക്സ് കൂടാതെ ആ ഒരു എയർ കൂളറിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ₹3,000 ആണ്. ഓക്കെ, സോറി, ₹3,000 ആണ് എന്ത്, ഇൻക്ലൂഡിംഗ്
ടാക്സ് അത് 3300 ആണ്. ഓക്കെ, അപ്പൊ വാല്യൂ ആഡഡ് ടാക്സ് കൂടാതെ അതിന്റെ എമൗണ്ട് 3000 ആണ്. അപ്പൊ 300 rupees ആണ് അല്ലെ അവിടെ വാല്യൂ ആഡഡ് ടാക്സ് ആഡ് ചെയ്തത്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ശ്രദ്ധിക്കുക, നമ്മളോട് വാല്യൂ ആഡഡ് ടാക്സും കൂടെ കൂടിയിട്ടുള്ള എമൗണ്ട് തന്നു, അതിന്റെ പെർസെന്റേജും തന്നു, എന്നിട്ട് ആ വാല്യൂ ആഡഡ് ടാക്സ് കൂടാതെ അതിന്റെ എമൗണ്ട് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, 100 by എന്ത് ചെയ്യാം, അത് വാല്യൂ ആഡഡ് ടാക്സും കൂടെ കൂടിയിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഇവിടെ 10% ആയതുകൊണ്ട് വാല്യൂ ആഡഡ് ടാക്സ് ₹10 ആണ്. അതും കൂടെ ആ ടോട്ടൽ നമ്മൾ എമൗണ്ടിൽ 100 ആഡ് ചെയ്യുമ്പോൾ 110 കിട്ടും. എന്നിട്ട് 100 ആയിരിക്കും എപ്പോഴും ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിൽ വാല്യൂ ആഡഡ് ടാക്സും കൂടെ കൂടിയിട്ടുള്ള 110 ആയിരിക്കും ഇൻറ്റു നമ്മൾ എമൗണ്ട് ചെയ്യുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. 100 by നമ്മളെ വാല്യൂ ആഡഡ് ടാക്സും കൂടെ കൂടിയിട്ടുള്ള എമൗണ്ട് ഇൻറ്റു നമുക്ക് തന്ന എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വാല്യൂ ആഡഡ് ടാക്സ് കൂടുന്നതിന്റെ മുന്നേ അതിന്റെ എമൗണ്ട് എന്തായിരുന്നു എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കാം. ഓക്കെ, then next, സാലിം bought an article for ₹784. സാലിം എന്ത് ചെയ്തു, ഒരു ആർട്ടിക്കിൾ വാങ്ങി. ആ ആർട്ടിക്കിളിന്റെ എമൗണ്ട് എത്ര, 784 ആണ്. വിച്ച് ഇൻക്ലൂഡഡ് GST of 12%. അതിൽ GST എന്താ, 12% കൂടെ കൂടിയിട്ടാണ് ആ ഒരു ആർട്ടിക്കിളിന്റെ എമൗണ്ട് 784. അപ്പൊ ആ ഒരു ആർട്ടിക്കിളിന്റെ എമൗണ്ട് എത്ര, 784 ആണ്. GST 12% കൂടെ കൂടിയിട്ട്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ ബിഫോർ GST വാസ് ആഡഡ്. അപ്പൊ GST ആഡ് ചെയ്യുന്നതിന്റെ മുന്നേ ആ ഒരു ആർട്ടിക്കിളിന്റെ പ്രൈസ് എന്തായിരിക്കും. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ ബിഫോർ GST വാസ് ആഡഡ്. GST ആഡ് ചെയ്യുന്നതിന്റെ മുന്നേ ആ ഒരു ആർട്ടിക്കിളിന്റെ എമൗണ്ട് എന്തായിരിക്കും. നമ്മൾ എന്താണോ ഇവിടെ ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് നോക്കാം എന്താണ്. അപ്പം ഒറിജിനൽ പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ 100 ആണെങ്കിൽ GST 12% അല്ലേ തന്നത്. അങ്ങനെയാണെങ്കിൽ GST 12 rupees അല്ലേ വരിക. ₹100 ആണ് ആ ഒരു ആർട്ടിക്കിളിന്റെ എമൗണ്ട്, ഒറിജിനൽ പ്രൈസ് എങ്കിൽ ₹12 ആയ GST കൂടെ കൂടിയിട്ട് എത്രയായിരിക്കും അതിന്റെ എമൗണ്ട്, 100 + 12 which is equal to 112 അല്ലേ. GST കൂടെ കൂടിയിട്ട് പ്രൈസ് എന്തായിരിക്കും, 112 ആയിരിക്കും. അപ്പൊ സെല്ലിംഗ് പ്രൈസ് 112 ആണ്, ഒറിജിനൽ പ്രൈസ് 100 ആണ് അല്ലേ. നമ്മൾ 100 rupees ആണ് ഒറിജിനൽ പ്രൈസ് എങ്കിൽ അതിലോട്ട് നമ്മൾ എന്തും കൂടെ കൂട്ടി, GST കൂടെ കൂട്ടി ടോട്ടൽ എമൗണ്ട് നമ്മളെ 112 എന്ന് കിട്ടും സെല്ലിംഗ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 784 ആണെങ്കിൽ ഒറിജിനൽ പ്രൈസ് എന്തായിരിക്കും, 100 by 112 into 784. ഒന്നും നോക്കണ്ട, നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ന്യൂമറേറ്ററിൽ 100 ആയിരിക്കും. ഇവിടെ 112 ആണ് കേട്ടോ, നോട്ട് 12. അപ്പം ന്യൂമറേറ്ററിൽ 100 ആയിരിക്കും, ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും, 100 GST കൂടെ ആഡ് ചെയ്തിട്ടുള്ള 112 ഇൻറ്റു നമ്മൾ തന്ന എമൗണ്ട് 784. അത് തന്നെയല്ലേ നമ്മൾ ഇവിടെയും ചെയ്തത്. ന്യൂമറേറ്ററിൽ 100, നമ്മളെ വാല്യൂ ആഡഡ് ടാക്സും കൂടെ കൂടിയിട്ടുള്ള എമൗണ്ട് ഡിനോമിനേറ്ററിൽ ഇൻറ്റു നമ്മളെ എമൗണ്ട്. അതുപോലെയാണ് നമ്മൾ ഇവിടെയും ചെയ്തത്. 100 by നമ്മളെ എന്ത് ചെയ്തു, GST കൂടെ കൂടിയിട്ടുള്ള എമൗണ്ട് ഡിനോമിനേറ്ററിൽ ഇൻറ്റു നമ്മളെ എമൗണ്ട്. എത്ര എണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസ് എന്താണോ തന്നത് അത്. അപ്പൊ നമുക്ക് 700 rupees ആണ് എന്ത് കിട്ടിയത്, GSTന്റെ മുന്നേ അതിന്റെ എമൗണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ GSTന്റെ മുന്നേയും വാല്യൂ ആഡഡ് ടാക്സിന്റെ മുന്നേ ഒക്കെ വന്നാൽ എന്ത് ചെയ്യാ, ഇത് ഫോക്കസ് ചെയ്യാം. ഓക്കെ, 100 ആയിരിക്കും ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിൽ ടോട്ടൽ എമൗണ്ട് ആയിരിക്കും ഇൻറ്റു നമ്മളെ എത്ര എണ്ണത്തിൻ്റെതാണോ നമ്മൾ 700 നമ്മളെ എമൗണ്ട്, നമുക്ക് തന്ന എമൗണ്ട്. അപ്പൊ നമ്മളെ ആൻസർ കിട്ടും. അപ്പൊ അതായിരിക്കും നമ്മളെ ടാക്സ് ആഡ് ചെയ്യുന്നതിന്റെ മുന്നേ ഉള്ള എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. എന്താ, ദ പ്രൈസ് ഓഫ് എ TV ഈസ് ₹13,000. ഒരു TV ഉണ്ട്, ഈ TVന്റെ എമൗണ്ട് 13,000 ആണ്. ദ സെയിൽസ് ടാക്സ് ചാർജ്ഡ് ഓൺ ഇറ്റ് ഈസ് അറ്റ് ദ റേറ്റ് ഓഫ് 12%. അപ്പൊ സെയിൽസ് ടാക്സ് എന്ത് ചെയ്തു, ചാർജ് ചെയ്തത് 12% ആണ്. സെയിൽസ് ടാക്സ് 12% ആണ്.
ഫൈൻഡ് ദ എമൗണ്ട് ദാറ്റ് വിനോദ് വിൽ ഹാവ് ടു പേ ഇഫ് ഹി ബൈസ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ വിനോദ് ആ ഒരു ടി വി വാങ്ങാൻ എത്ര എമൗണ്ട് പേ ചെയ്യണം? ആ ടി വിയുടെ പ്രൈസ് 13,000 ആണ്. അതിന് സെയിൽസ് ടാക്സ് ഉണ്ട് 12%. അപ്പൊ നമ്മൾ തന്നെ ടാക്സും കൊടുക്കണ്ടേ? ഓക്കെ, അപ്പൊ 13,000 നമ്മൾ സെയിൽസ് ടാക്സും കൂടെ കൂടിയിട്ട് വേണം നമുക്ക് എന്ത് ആ ഒരു എമൗണ്ട് ആ ടി വി വാങ്ങാൻ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ 13,000ന്റെ 12% ആണ് സെയിൽസ് ടാക്സ്. അപ്പൊ ആദ്യം സെയിൽസ് ടാക്സ് കാണാം, എന്നിട്ട് സെയിൽസ് ടാക്സ് നമ്മളെ എമൗണ്ട് ടിവിന്റെ എമൗണ്ടിലോട്ട് ആഡ് ചെയ്യുക. അപ്പൊ അത്രയും എമൗണ്ട് ആയിരിക്കും നമ്മൾ പേ ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ ആദ്യം 12% കാണാം. 12% ഓഫ് 13,000 എന്ത് വരും? 12/100 ഓഫ് ഇൻറ്റു 13,000. 0യും 0യും ക്യാൻസൽ ചെയ്യുക, 0യും 0യും ക്യാൻസൽ ചെയ്യുക. ബാക്കി എന്തുണ്ട്? 12 into 130. 130 into 12. 0 2s are 0, 3 2s are 6, 1 2s are 2, 1 0 0, 1 3s are 3, 1 1s are 1. 0 6 5 1. അപ്പം എമൗണ്ട് എത്ര? 1,560 ആണ് എന്ത് നമ്മളെ സെയിൽസ് ടാക്സ്. സെയിൽസ് ടാക്സ് 1,560 ആണ്. സെയിൽസ് ടാക്സ് മാത്രം പേ ചെയ്താൽ നമുക്ക് ടി വി കിട്ടുമോ? ഇല്ല. സെയിൽസ് ടാക്സും ടി വിയുടെ എമൗണ്ടും കൂടെ പേ ചെയ്താലല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അത്രയല്ലേ, അത്രയും എമൗണ്ട് വിനോദ് എന്ത് ചെയ്യണം? പേ ചെയ്യണം അല്ലേ? അപ്പം നമുക്ക് എമൗണ്ട് ദാറ്റ് വിനോദ് വിൽ ഹാവ് ടു പേ ഈസ് ഈക്വൽ ടു വിനോദ് എത്ര പേ ചെയ്യണം? നമ്മളെ 13,000 എന്തും കൂടെ പേ ചെയ്യണം? നമ്മളെ സെയിൽസ് ടാക്സ് ആയ 1,560 കൂടെ പേ ചെയ്യണം അല്ലേ? അപ്പം 0 6 5 4 1. 14,560 എന്ത് ആര് പേ ചെയ്യണം? വിനോദ് ആ ടി വി വാങ്ങാൻ പേ ചെയ്യണം. അപ്പൊ ടി വിന്റെ എമൗണ്ട് 13,000 ആണ്, സെയിൽസ് ടാക്സ് 12,000 ആണ്. അപ്പൊ 12% ആണ്. അപ്പൊ സെയിൽസ് ടാക്സ് 12% ആണെങ്കിൽ എത്രയായിരിക്കും സെയിൽ ടാക്സ്? 12% ഓഫ് 13,000. 1,560 rupees ആണ് സെയിൽസ് ടാക്സ്. 1,560 rupees ആണ് സെയിൽസ് ടാക്സ് എങ്കിൽ ആ 1,560 13,000 ടി വിയുടെ പ്രൈസും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ എത്ര എമൗണ്ട് പേ ചെയ്യണം വിനോദ്? 14,560 rupees ആ ടി വി വാങ്ങാൻ പേ ചെയ്യണം. ടി വിയുടെ പ്രൈസും സെയിൽസ് ടാക്സും കൂടെ ആഡ് ചെയ്തിട്ട്. അപ്പൊ ഇങ്ങനെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസ് ടാക്സ് മാത്രം ചെയ്ത് വെക്കരുത്, സെയിൽസ് ടാക്സിന്റെ കൂടെ നമ്മൾ ആ ഒരു എമൗണ്ടും കൂടെ ആഡ് ചെയ്യണം. എന്നാലല്ലേ നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അരുൺ ബോട്ട് എ പെയർ ഓഫ് സ്കേറ്റ്സ് അറ്റ് എ സെയിൽ where the discount given was 20%. അരുൺ എന്ത് ചെയ്തു? സ്കേറ്റ്സ് വാങ്ങി, ഒരു പെയർ ഓഫ് സ്കേറ്റ്സ് വാങ്ങി, ഡിസ്കൗണ്ട് 20% ആണ്. ഡിസ്കൗണ്ട് 20%. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ് അല്ലേ തന്നത്? 20%. ഇഫ് ദ എമൗണ്ട് ഹി പേസ് ഈസ് ₹1,600. അപ്പം സെയിൽ ചെയ്തത് 1,600. അവൻ ആ സ്കേറ്റ്സ് വാങ്ങിയത് 1,600 rupees-നാണ്. ഫൈൻഡ് ദ മാർക്കറ്റ് പ്രൈസ്. നമ്മളോട് എന്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്? മാർക്കറ്റ് പ്രൈസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അരുണ് സ്കേറ്റ്സ് വാങ്ങിയത്, ഡിസ്കൗണ്ട് 20% കിട്ടിയിട്ടുണ്ട്, ഡിസ്കൗണ്ട് കൂട്ടിയിട്ട് എമൗണ്ട് അവൻ പേ ചെയ്തത് 1,600 ആണ്. നമ്മളോട് അതിന്റെ മാർക്കറ്റ് പ്രൈസ് എന്തായിരിക്കും? നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഡിസ്കൗണ്ട് കാണാൻ ഡിസ്കൗണ്ട് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് മൈനസ് സെയിൽ പ്രൈസ് അല്ലേ? മാർക്ക് ചെയ്ത പ്രൈസ് സെയിൽ പ്രൈസ് അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്രയാണ് അവിടെയുള്ള ഡിസ്കൗണ്ട് എന്ന് കിട്ടും. അപ്പൊ ഇവിടെ മാർക്കറ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടില്ല, അപ്പൊ അതിന് നമുക്ക് എക്സ് ആക്കിയിട്ട് എടുക്കാം. എക്സ് ആണ് നമ്മളെ മാർക്കറ്റ് പ്രൈസ്. ഇനി നമുക്ക് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടോ? സെയിൽ പ്രൈസ് തന്നിട്ടുണ്ട് 1,600. മാർക്കറ്റ് പ്രൈസ് എക്സ് നമുക്ക് ഇതിന്ന് കാണണം. ഇനി ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടോ? ഡിസ്കൗണ്ടിന്റെ പെർസെൻറ്റേജ് ആണ് തന്നത്. ഡിസ്കൗണ്ടിന്റെ പെർസെൻറ്റേജ് തന്നാൽ നമുക്ക് ഡിസ്കൗണ്ട് കണ്ടൂടെ? എന്ത് വരും? നമുക്കറിയാം ഡിസ്കൗണ്ട് കാണാൻ നമ്മൾ എന്താ ചെയ്യല്? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് ആയിരുന്നു അല്ലെ ചെയ്യല്? ഡിസ്കൗണ്ട് കാണാൻ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കൗണ്ടിന്റെ പെർസെൻറ്റേജ് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ബൈ 100 ഉണ്ടാവും അല്ലേ? പെർസെൻറ്റേജ് ആയതുകൊണ്ട് ബൈ 100 ഉണ്ടാവും. ഇതിന്ന് നമുക്ക് ഇവിടെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്
അപ്പം ഡിസ്കൗണ്ട് ഇതിന്ന് കണ്ടൂടെ? ഡിസ്കൗണ്ട് എന്ത് വരും? 20%. അല്ലേ? ഡിസ്കൗണ്ട് കാണാന് 20% ആണ്. അപ്പൊ 20/100 into x അല്ലേ? 20/100 into x ചെയ്താൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. 20/100 0യും 0യും ക്യാൻസൽ ചെയ്തു. 2/10 റെഡ്യൂസ് ചെയ്താൽ 1/5. രണ്ടിനെയും എന്ത് ചെയ്തു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, 1/5 into x. ദാറ്റ് മീൻസ് ഇതിനെ നമുക്ക് x/5 എന്ന് എഴുതാം. ഇതെന്താണ്? നമ്മളെ ഡിസ്കൗണ്ട്. അങ്ങനെ ഡിസ്കൗണ്ട് നമ്മൾ കണ്ടു x/5 അല്ലേ? x/5 ആണ് നമ്മളെ ഡിസ്കൗണ്ട്. ഇവിടെ ഡിസ്കൗണ്ട് കാണാൻ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇൻറ്റു MP എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 20% ആണ്. 20% എന്ന് പറഞ്ഞാൽ 20/100 into x. അപ്പൊ നമ്മളെ ഡിസ്കൗണ്ട് കിട്ടി x/5. ഡിസ്കൗണ്ട് കിട്ടി. മാർക്കറ്റ് പ്രൈസ് x ആണ്, സെയിൽ പ്രൈസ് നമ്മളെ കയ്യിലുണ്ട്. ഡിസ്കൗണ്ട് x/5 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് x ആണ് മൈനസ് സെയിൽ പ്രൈസ് 1600 ആണ്. അല്ലേ? ഇതിന് എക്സിന്റെ വാല്യൂ കണ്ടാൽ നമുക്ക് നമ്മളെ മാർക്കറ്റ് പ്രൈസ് കണ്ടൂടെ? യെസ്. അപ്പൊ നമുക്ക് 1600 ഒരു പ്ലേസിൽ എഴുതി, ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ അത് പ്ലസ് ആയി. ഇനി എക്സ് അവിടെ തന്നെ. x/5 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -x/5 അല്ലേ? ഇനി ഇതിനെ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയാം അല്ലെ? 5 into x 5x minus 1 into x x divided by 5 which is equal to 5x ന്ന് ഒരു x കണ്ട് പോയാൽ എന്താ? 4x അല്ലേ? അപ്പൊ 4x/5. ഓക്കെ, അപ്പൊ 4x/5 is equal to 1600. ഇനി നമുക്ക് ഇതിന് എക്സിന്റെ വാല്യൂ കണ്ടൂടെ? യെസ്. 4x is equal to 1600 ഡിവൈഡഡ് ബൈ 5 ഉള്ളത് ഇൻറ്റു 5 ആയിരിക്കും. അപ്പൊ 1600 ഇൻറ്റു 5 0 0 6 into 5 30. ഇനി നമുക്ക് 1 into 5 5 ഉണ്ട്. 5ലോട്ട് 3 ആഡ് ചെയ്താൽ 8000. ഓക്കെ, അപ്പൊ 4x ആണ് എന്ത്? 8000 rupees. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? x is equal to 8000 divided by 4 അല്ലേ? 8 divided by 4 എന്താ? 2. ഇതിന് 3 0യും 2000. അപ്പൊ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് എക്സിന്റെ വാല്യൂ കിട്ടി 2000. അപ്പം ആ കേസിന്റെ മാർക്കറ്റ് പ്രൈസ് 2000 ആയിരുന്നു. ബട്ട് ഡിസ്കൗണ്ട് വെച്ചിട്ട് അവനക്ക് 1600 rupees പേ ചെയ്താൽ മതി. 20% ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാല് മാർക്കറ്റ് പ്രൈസ് മൈനസ് സെയിൽ പ്രൈസ് ആണ് എന്ത്? ഡിസ്കൗണ്ട് കാണാൻ. ഓക്കെ, ഇനി നമുക്കറിയാം ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറഞ്ഞാല് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് മാർക്കറ്റ് പ്രൈസും വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കൗണ്ട് കാണുക. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതാണ് അല്ലേ? മാർക്കറ്റ് പ്രൈസിന്റെ ബേസിലാണ് നമ്മൾ ഡിസ്കൗണ്ട് കാണുക. അപ്പൊ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് ചെയ്താൽ നമ്മളെ ഡിസ്കൗണ്ട് കിട്ടും. ഡിസ്കൗണ്ട് കിട്ടിയാൽ ഡിസ്കൗണ്ടും മാർക്കറ്റ് പ്രൈസും സെയിൽ പ്രൈസും എല്ലാം കൂടി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമുക്ക് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 2000 കിട്ടി. ഓക്കെ, അപ്പൊ ആ ഒരു കേസിന്റെ മാർക്കറ്റ് പ്രൈസ് എന്താ? 2000 rupees ആണ്. ബട്ട് അവൻക്ക് അരുണ് ആകെ 1600 പേ ചെയ്താൽ മതി. അവിടെ ഡിസ്കൗണ്ട് ഉണ്ട് 20%. അപ്പൊ ഇങ്ങനെ ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ തന്നെ നമുക്ക് എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. The next question. I purchased a hair dryer for rupees 5400 including 8% value added tax. അപ്പം 5400 rupees-നാണ് ആ ഒരു ഹെയർ ഡ്രയർ വാങ്ങിയത്. അതിൽ എന്തും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? വാല്യൂഡ് ആഡഡ് ടാക്സ് ആയ 8% കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 5400 rupees ആണ്. അതിലോട്ട് വാല്യൂ ആഡഡ് ടാക്സ് ആയ 8% കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അതിന്റെ 5400 rupees. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രൈസ് ബിഫോർ വാല്യൂ ആഡഡ് ടാക്സ് വാസ് ആഡഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് GSTയും വാല്യൂ ആഡഡ് ടാക്സ് ഒക്കെ ആഡ് ചെയ്യുന്നതിന്റെ മുന്നുള്ള എമൗണ്ട് നമ്മളോട് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? നമുക്കറിയാം 100 rupees ആണെങ്കിൽ 8% ആണല്ലേ തന്നത്. 100 rupees ആണെങ്കിൽ ₹8 ആയിരിക്കും അതിന്റെ വാല്യൂ ആഡഡ് ടാക്സ്. അപ്പൊ നമ്മൾ പേ ചെയ്യേണ്ട ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും? 100ലോട്ട് 8ഉം കൂടെ ആഡ് ചെയ്തിട്ട് 108 rupees നമ്മൾ വാല്യൂ ആഡഡ് ടാക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പേ ചെയ്യണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ₹100 ആണെങ്കിൽ എന്ത് കിട്ടി? ഇങ്ങനെ കിട്ടി.
അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ 5400 അല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ 5400 എന്ത് വരും? നമുക്കറിയാം 1 ആണെങ്കിൽ എന്ത് വരും? 100 ഡിവൈഡഡ് ബൈ 108. ഇനി 5400 ആണെങ്കിൽ 100 ബൈ 108 ഇൻറ്റു 5400. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ടാക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതിന്റെ മുന്നേ ഉള്ളത് എമൗണ്ട് കിട്ടും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ന്യൂമറേറ്ററിൽ 100 ആയിരിക്കും, ഡിനോമിനേറ്ററിൽ ആ വാല്യൂ ആഡഡ് ടാക്സും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. എന്നിട്ട് നമ്മളെ എമൗണ്ടും കൂടെ ഇൻറ്റു ചെയ്യുക. ആ ഒരു മെത്തേഡ് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 100 ഇൻറ്റു 5400 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 54 എന്ത് കിട്ടും? 40 കിട്ടും, ഡിവൈഡഡ് ബൈ 108 അല്ലേ? അപ്പം ഇത് ചെയ്താൽ നമുക്ക് നമ്മളെ ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കിയാലോ. 54,0,0,0 ഡിവൈഡഡ് ബൈ 108 അല്ലേ? അപ്പം 108 ഇൻറ്റു 5. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ റെഡ്യൂസ് ചെയ്ത് ചെയ്യാനും പറ്റും, ക്യാൻസൽ ചെയ്ത് ചെയ്യാനും പറ്റും. ഇത് രണ്ടും ഈവൻ നമ്പേഴ്സ് അല്ലേ? അപ്പൊ 2 കൊണ്ട് പോവില്ലേ? അപ്പൊ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതിനെ ക്യാൻസൽ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഓക്കെ, 540 കറക്റ്റ് കിട്ടി അല്ലേ? അപ്പം 5 ഇൻറ്റു 108 ആണ് 540. ഇനി എന്തുണ്ട്? 30 ഇല്ലേ? ആ 30 നമ്മൾ മേലോട്ട് എഴുതി. അപ്പൊ എന്ത് കിട്ടി? 5000. അപ്പൊ 5000 rupees ആണ് ഈ വാല്യൂ ആഡഡ് ടാക്സ് ഇല്ലാതെ ഈ ഒരു ഹെയർ ഡ്രയറിന്റെ എമൗണ്ട്. വാല്യൂ ആഡഡ് ടാക്സും കൂടെ കൂടിയിട്ടാണ് 5400. വാല്യൂ ആഡഡ് ടാക്സ് ആഡ് ചെയ്യുന്നതിന്റെ മുന്നേ ആ ഒരു ഹെയർ ഡ്രയറിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5000 rupees ആയിരുന്നു. ഓക്കെ, അപ്പൊ എപ്പോഴും ഓർത്ത് വെക്കേണ്ടത്, നമ്മളോട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഹെയർ ഡ്രയറിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്, നമ്മൾ വാങ്ങിയ ഒരു എമൗണ്ടും നമ്മളെ അതിന്റെ വാല്യൂ ആഡഡ് ടാക്സും തന്നിട്ടുണ്ട്, പെർസെന്റേജ്. അങ്ങനെയാണെങ്കിൽ ആ ടാക്സ് ആഡ് ചെയ്യുന്നതിന്റെ മുന്നേ ആ ഒരു ഹെയർ ഡ്രയറിന്റെ പ്രൈസ് ആണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും ന്യൂമറേറ്റർ 100 ആക്കുക, ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യുക? 100 ആണെങ്കിൽ, ₹100 ആണെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടത് 108 അല്ലേ? കാരണം ₹8 ആണ് എന്ത് വരിക? വാല്യൂ ആഡഡ് ടാക്സ്. അപ്പൊ ടോട്ടൽ നമ്മൾ പേ ചെയ്യേണ്ടത് 108. അതായിരിക്കും ഡിനോമിനേറ്ററിൽ. ഇൻറ്റു നമ്മൾ ഓൾറെഡി പേ ചെയ്തത് വാല്യൂ ആഡഡ് ടാക്സും കൂടെ കൂട്ടി പേ ചെയ്തത് 5400. അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമുക്കൊരു എമൗണ്ട് കിട്ടും. അതായിരിക്കും ആ ഒരു ടാക്സ് ആഡ് ചെയ്യുന്നതിന്റെ മുന്നേ അതിന്റെ എമൗണ്ട്. അപ്പൊ ഇവിടെ 5000 ആണ് വാല്യൂ ആഡഡ് ടാക്സ് ആഡ് ചെയ്യുന്നതിന്റെ മുന്നേ ഉള്ള എമൗണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An article was purchased for ₹1239 including GST of 18%. അതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആർട്ടിക്കിൾ പർച്ചേസ് ചെയ്ത എമൗണ്ട് 1239 ആണ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു GST എത്ര? 18%. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിളിൽ GST ആഡ് ചെയ്യുന്നതിന്റെ മുന്നേ അതിന്റെ പ്രൈസ് എന്തായിരിക്കും? Find the price of the article before GST was added. GST ആഡ് ചെയ്യുന്നതിന്റെ മുന്നേ അതിന്റെ എമൗണ്ട് എന്തായിരിക്കും? അപ്പൊ നമുക്കറിയാം ₹100 ആണ് നമ്മളെ എമൗണ്ട് എങ്കിൽ നമുക്കറിയാം വാല്യൂ ആഡഡ് ടാക്സ് GST എന്തായിരിക്കും? ₹18 ആയിരിക്കും. അപ്പൊ നമ്മൾ എത്രയായിരിക്കും അവിടെ പേ ചെയ്യേണ്ടത്? 100 + 18 അല്ലേ? 118 rupees ആണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അതായിരിക്കും നമ്മളെ ഡിനോമിനേറ്ററിൽ വരിക. ന്യൂമറേറ്ററിൽ 100 അല്ലേ? 100 ബൈ 118 ഇൻറ്റു നമ്മൾ പേ ചെയ്ത എമൗണ്ട് 1239. ഓക്കെ, അപ്പം ₹100 ആണെങ്കിൽ നമ്മളെ GST 18 ആണ്. അപ്പൊ നമ്മൾ GST കൂടെ കൂടിയിട്ട് 118 rupees ആണ് പേ ചെയ്യേണ്ടത്. അപ്പൊ അതായിരിക്കും നമ്മളെ ഡിനോമിനേറ്ററിൽ. ന്യൂമറേറ്ററിൽ നമ്മൾ GST ആഡ് ചെയ്യുന്നതിന്റെ മുന്നുള്ള എമൗണ്ട് 100 ബൈ 118 ഇൻറ്റു ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത ആ സാധനം പർച്ചേസ് ചെയ്ത എമൗണ്ട് 1239. അപ്പൊ ഇത് ചെയ്താൽ നമുക്ക് നമ്മളെ ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ചെയ്യാം. 100 ഇൻറ്റു 1239 എന്ത് വരും? 1239 ഡിവൈഡഡ് ബൈ 118. ഇത് ചെയ്താൽ നമ്മളെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ 123900 ഡിവൈഡഡ് ബൈ 118.
അപ്പൊ 1 into 118 118 അല്ലേ? ഇനി 118 into 2 ചെയ്ത് നോക്കിയാലോ? 118 into 2 8 2s are 16 1 2s are 2 2ലോട്ട് 1 ആഡ് ചെയ്യുമ്പം 3 1 2s are 2 236 ആണ്. അതുകൊണ്ടാണ് നമ്മൾ 1 into 118 118. ഇനി നമുക്ക് ഇവിടെ എന്തുണ്ടാവും? 5 ഉണ്ടാവും അല്ലേ? ഇനി ഇവിടെ എന്തുണ്ടാവും? 1 ആയിരിക്കും. അപ്പം ഇനി ഈ 9 നമ്മൾ താഴോട്ട് എഴുതണം. ഇനി ഈ ഒരു 59 നമുക്ക് പോവോ? ഇല്ല, ഇതിനേക്കാളും ചെറുതാണ്. അപ്പൊ ഒരു 0 നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് എന്തുണ്ട്? ഒരു 0 കൂടെ താഴോട്ട് ഇടാനുണ്ട് അല്ലെ? 590 അല്ലെ? അപ്പൊ 590 118 എത്രയെ നോക്കാം. 118 into 5 8 5s are 40 1 5s are 5 5 plus 4 9 1 5s are 5 590. കറക്റ്റ് നമുക്ക് 590 കിട്ടുന്നുണ്ട്. അപ്പം 5 into 118 ആണ് 590. ഇനി എന്തുണ്ട്? ഈ ഒരു 0 കൂടെ അല്ലേ? അത് നമ്മൾ മേലെ ഇട്ട് കൊടുക്കുന്നു നമ്മൾ ആൻസറിലോട്ട്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1050 കിട്ടി. അപ്പൊ 1050 rupees ആണ് GST ആഡ് ചെയ്യുന്നതിന്റെ മുന്നേ ഈ ഒരു ആർട്ടിക്കിളിന്റെ പ്രൈസ്. GST കൂടെ ആഡ് ചെയ്തപ്പം 1239 ആണ്. GST ആഡ് ചെയ്യുന്നതിന്റെ മുന്നേ ഇതിന്റെ എമൗണ്ട് 1050 ആയിരുന്നു. ഓക്കെ, അപ്പൊ 18% GST കൂടെ കൂടിയിട്ടാണ് 1239 കിട്ടിയത്. അപ്പം 1050 rupees ആയിരുന്നു GST ആഡ് ചെയ്യുന്നതിന്റെ മുന്നേ. അപ്പൊ ഇത്രയും ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനത്തെ പ്രോബ്ലംസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.